നമുക്കിനി കോട്ടയത്തേക്ക് പോയാൽ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് ആരെയായിരിക്കും പരിഗണിക്കുന്നത്? CPIM മുൻ MLA സുരേഷ് കുറുപ്പിനെ തന്നെയാണെന്നാണ് നമ്മുടെ അഖിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. സുരേഷ് കുറുപ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ തവണ മത്സരിച്ച CITUവിന്റെ നേതാവ് അനിൽകുമാറിനാണ് സാധ്യത. UDF നിന്ന് സിറ്റിംഗ് MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ മത്സരിക്കും. NDA പുതുമുഖത്തെ ആലോചിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. അഖിൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഖിൽ, ഇടക്കാലത്ത് സുരേഷ് കുറുപ്പ് പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുകയാണോ എന്നതുൾപ്പെടെയുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാവായ ജനകീയ മുഖമുള്ള സുരേഷ് കുറുപ്പിനെ തന്നെ പരിഗണിക്കുക തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ എന്ന സ്ട്രാറ്റജിയിലേക്ക് LDF എത്തുകയാണോ? വിനീത, അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടി വരും. അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിന്നും മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന് LDFനെ വെച്ചോളം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിൽ സുരേഷ് കുറുപ്പിനെ ഇറക്കാൻ കഴിഞ്ഞാൽ കടുത്ത മത്സരം നടത്തുകയും മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ജില്ലയിലെ നേതൃത്വമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് കുറുപ്പിനെ പ്രധാനമായും പരിഗണിക്കുന്നത്. പക്ഷേ ഇതിലൊരു അനുകൂലമായോ അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ടുള്ള ഒരു നിലപാടോ സുരേഷ് കുറുപ്പ് ഇതുവരെ പാർട്ടിയെ ഒന്നും അറിയിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, അതൊരു മറുപടി ഒന്നും സുരേഷ് കുറുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത്തരം ഒരു മറുപടിക്ക് ശേഷമായിരിക്കും അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കുക. അല്ലെങ്കിൽ സുരേഷ് കുറുപ്പ് ഇല്ലെങ്കിൽ കഴിഞ്ഞ തവണ മത്സരിച്ച അനിൽകുമാറിന്റെ പേര് തന്നെയാണ് എന്തായാലും പ്രാഥമികമായി ഈ ജില്ലയിൽ പരിഗണിക്കുന്ന അല്ലെങ്കിൽ കോട്ടയം മണ്ഡലത്തിൽ പരിഗണിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, ഈ ഒരു CPM മണ്ഡലമായിരുന്നു. CPMന്റെ കൈവശം ഉണ്ടായിരുന്ന സീറ്റ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്തി അദ്ദേഹം മന്ത്രി VN വാസവനെ തോൽപ്പിച്ചായിരുന്നു ഇത്തരത്തിൽ ആ മണ്ഡലം പിടിച്ചെടുക്കുന്നത്. അതിനുശേഷം പിന്നീട് അത് കുറച്ചു കാലമായി UDFന് ഒരു കുത്തക മണ്ഡലം അടിയുറച്ച മണ്ഡലമായി നിലനിന്ന് ഉറച്ചു വരികയാണ്. അപ്പോൾ അത് തിരികെ പിടിക്കുക എന്നൊരു ലക്ഷ്യം LDFനെ സംബന്ധിച്ചോളം ഉണ്ട്. അതിനുവേണ്ടി തന്നെയാണ് എന്തായാലും സുരേഷ് കുറുപ്പിന്റെ നാടാണ്. ഒപ്പം തന്നെ അവിടെ ബന്ധുക്കളും അടുത്ത വോട്ടുകളും പരിചയമുള്ള വോട്ടുകളും ഒക്കെ ലഭിക്കുമ്പോൾ ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ LDFിലുണ്ട്. മറ്റൊന്നുള്ള BJP ആണ് അല്ലെങ്കിൽ NDA ആണ്. അവിടെ ഒരു പുതുമുഖത്തെ പരീക്ഷിച്ച് അവിടെ നില മെച്ചപ്പെടുത്താൻ, അതായത് കാര്യമായ ഒരു പോരാട്ടം അല്ലെങ്കിൽ ഒരു മെച്ചപ്പെട്ട വോട്ടൊന്ന് നേടാൻ അവിടെ കഴിഞ്ഞ കാലങ്ങളിലൊന്നും BJP കഴിഞ്ഞില്ല. അപ്പോൾ നില മെച്ചപ്പെടുത്താൻ ഒരു പുതുമുഖത്തെ കൂടി ഇറക്കാനുള്ള പരിശ്രമം എന്തായാലും BJPയുടെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. വിനീത, ശരി, ഇതൊക്കെ തന്നെയും പ്രാഥമികമായി നടക്കുന്ന ചർച്ചകൾ മാത്രമാണ്. ഒരു അന്തിമ പട്ടികയിലേക്ക് ഏതായാലും മുന്നണികൾ എത്തുകയും ചെയ്യും. അവിടെ ജില്ലയ്ക്കകത്ത് പാർട്ടിക്കകത്ത് നൽകുന്ന ചർച്ചകളാണ് ഞങ്ങളെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന. അഖിലാണ് ഇപ്പോൾ കോട്ടയത്തെ സാധ്യതകൾ പങ്കുവച്ചത്.